ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്ന നമ്മൾ പണ്ട് കാലത്ത് ഈ പേന ഉപയോഗിച്ചിരുന്നത് ഈ ഒരു തടിയിൽ ഒരു നിബ്ബ് ഉപയോഗിച്ച് അത് മഷിക്കുപ്പിയിൽ കുത്തി മഷി എടുത്താണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പേനകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തൂവൽ കൊണ്ട് മഷി കുത്തിയെടുത്ത് എഴുതുന്നത്, കമ്പ് കൊണ്ട് എഴുതുന്നത്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടൊക്കെ എഴുതുന്ന പേനകളുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റം സംഭവിച്ച് വന്നപ്പോൾ പേനയ്ക്ക് നിബ്ബ്, അതായത് ഒരു നിബ്ബ് പോലെ അത് ഒരു ഐറ്റം രൂപീകരിച്ച് അത് വെച്ച് മഷി കുത്തി എഴുതി അങ്ങനെ പേനമായിട്ട് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു നിബ്ബ് പല ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേനയുടെ നിബ്ബിൻ്റെ കളക്ഷൻസ് ഒരുപാടുണ്ട്. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ കുറച്ച് നിബ്ബ് മേടിച്ചായിരുന്നു, അതായത് പേനയുടെ നിബ്ബ് മേടിച്ചായിരുന്നു. അതിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു നിബ്ബ് എനിക്ക് കിട്ടി. പക്ഷേ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എത്ര നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ആൻറ്റി കളക്ഷൻസ്, പേനയുടെ നിബ്ബ് അങ്ങനെയൊക്കെ കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു പേനയുടെ നിബ്ബൊന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് നിബ്ബുകൾ ഈ ഒരു ടൈപ്പ് ഓഫ് നിബ്ബുകളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ഒരുപാട് നിബ്ബുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടിലെ നിബ്ബാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് അയച്ചുതരുന്നതാണ്. അപ്പോൾ ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിലെന്താണ് എനിക്ക് വെറൈറ്റി ആയിട്ട് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു നിബ്ബാണ് എനിക്ക് വെറൈറ്റി ആയിട്ട് കിട്ടിയ നിബ്ബ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മെയ്ഡ് ഇൻ ട്രാവൻകൂർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീമൂലം എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ശ്രീമൂലം മെയ്ഡ് ഇൻ ട്രാവൻകൂർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു നിബ്ബ് തിരുവിതാംകൂറിൽ നിർമ്മിച്ചതാണോ, അതായത് മെയ്ഡ് ഇൻ തിരുവിതാംകൂറിൽ നിർമ്മിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഡീറ്റെയിൽസ് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു 6ഓളം നിബ്ബ് മേടിച്ചപ്പോൾ അതിൽ ഒന്ന് മാത്രമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ശ്രീമൂലം മെയ്ഡ് ഇൻ ട്രാവൻകൂർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പലരിടത്തും ഇത് ചോദിച്ചായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് ആർക്കും ഇത് അറിയത്തില്ല, ക്ലിയർ ആയിട്ട് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നിബ്ബുകളൊക്കെ ആരെങ്കിലും കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു നിബ്ബൊക്കെ, അതായത് ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു നിബ്ബിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കും വലിയ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലുള്ള ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന കളക്ഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് നമ്മുടെ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല നല്ല ഐറ്റംസ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പല ടൈപ്പിലുള്ള സ്റ്റാമ്പുകൾ, ആൻറ്റി കളക്ഷൻസ്, പത്രങ്ങൾ, അതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ വഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നിബ്ബുകളൊക്കെ നിങ്ങൾ കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.